നമസ്കാരം. ചാമക്കാല ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ദിവസം മുൻപ് നെടുമ്പാശ്ശേരിയിൽ നമ്മുടെ CIF ജവാൻ രാജ്യത്തിനെ കാക്കേണ്ടതും നമ്മുടെ ജനങ്ങളുടെ കാര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു ജവാൻ, ഒരു പാവം പയ്യനെ, എവിൻ എന്ന് പറയുന്ന ഒരു പാവൻ പയ്യനെ വണ്ടിയിടിച്ച് കൊന്നൊരു സംഭവം നമുക്ക് നന്നായി അറിയാവുന്ന ഒരു പയ്യനാണ്. ഇതേവരെ ഒരു കേസിൽ പ്രതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആ നാട്ടിലുള്ള ആർക്കോ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാക്കാതിരുന്ന ഒരു പയ്യൻ, അവൻ്റെ പുറകിൽ കൊണ്ട് വണ്ടി ഇടിച്ചിട്ട് ആ വണ്ടി ഇടിച്ചത് ചോദ്യം ചെയ്തതിന് ഈ ബീഹാറിൽ നിന്നും വന്നിട്ട് നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഈ ജവാൻ, അവനെ കണ്ടറിയ ഒരു ക്രിമിനലാണ്. അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ നാട്ടിൽ തന്നെ കണ്ടിട്ട്, അവൻ്റെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ, അവൻ്റെ നാട്ടിലാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിക്കൊന്നളയും. മനസ്സിലായി? ബീഹാറിൽ അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അതിനുള്ള ആൾക്കാരില്ല, അങ്ങനെ ആരും ചെയ്യില്ല. പോലീസുകാർ വരെ അവനെ തൊട്ടിട്ടില്ല. പക്ഷെ എന്നിട്ട് അവനെ വെളുപ്പിക്കാൻ നോക്കണം എല്ലാവരും കൂടിയിട്ട്. കാരണം അവൻ കേന്ദ്ര സർക്കാരിൻ്റെ ജോലിക്കാരനാണല്ലോ. പക്ഷെ ആരായാലും അവനൊന്നും ഒരു ഗതിയും പിടിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും പാവപ്പെട്ടൊരു പയ്യനായിരുന്നു. ഇനി അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അയാൾ ചെയ്തിട്ടാണ് അവനെ ക്രൂരമായിട്ട്, ഇത്രയ്ക്ക് ക്രൂരമായിട്ടൊക്കെ ഒരാളെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതാണ് ചോദ്യം. പക്ഷെ ആരും ശിക്ഷിച്ചില്ലെങ്കിലും അവന് ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, ദൈവം അവനെ ശിക്ഷിച്ചിരിക്കും, രണ്ടുപേരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അന്ന് രാത്രി എന്തോ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് പോയതാണ്. അപ്പോഴാണ് അവൻ്റെ പുറകിൽ കൊണ്ടിടിച്ചിട്ടാണേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുറകിൽ കൊണ്ടിടിക്കുന്നതാണ് ഏത് നാട്ടിലും തെറ്റ്. അപ്പോൾ കേരള പോലീസിനോട് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ളവരൊന്നും വെച്ച് അവരുടെ അധികാരം കയ്യിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കരുത്. നമ്മുടെ നാട്ടിൽ വന്നു കണ്ടിട്ട് ഇങ്ങനൊരു സംഭവം നടത്തി കണ്ടിട്ട് അവർ പുറത്ത് പോയി കണ്ടിട്ട് അവർ സുന്ദരമായിട്ട് ജോലി ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഓഫീസറല്ലേ. അപ്പോൾ അതിന് നിൽക്കരുത്. അവന് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കണം. ഇനി ഇങ്ങനെ ഒരാളും ഇങ്ങനൊരു കാര്യം ആവർത്തിക്കാൻ പാടില്ല. നിരപരാധിയായ ഒരുത്തനെ ഇതുപോലെ ക്രൂരമായിട്ട് കൊലപാതകം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും പുറത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പം നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റും പിന്നെ നമ്മുടെ ഒരുപാട് പാർട്ടിക്കാരുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കണ്ടിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇതിനകത്ത് പാർട്ടിയോ മതമോ മറ്റുള്ള ഒന്നും നോക്കാതെ കേരള പോലീസ് ആയതുകൊണ്ട് അതിന് നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെയും വിശ്വാസം. ഇങ്ങനെ പാവപ്പെട്ട ഒരുത്തനെ, നിരപരാധിയായ ഒരുത്തനെ ഇങ്ങനെ കൊന്ന് തള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നമ്മുടെ നാട്ടിൽ വന്ന് ഇങ്ങനൊരു അനീതി നടത്താൻ പാടില്ല. അത് ഇവരുടെ നാട്ടിലാണെങ്കിൽ നാട്ടുകാർ തല്ലിക്കൊല്ലും. നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ് ബീഹാറിലും UP-യിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇന്ന് ബീഹാറികളായ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ വന്ന് കണ്ട് പല ജോലിയും ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഒരുപാട് ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനൊന്നും നമ്മുടെ നാട്ടുകാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെ അറിയാലോ, അവർക്ക് അവരുടെ ഫാമിലിയും മറ്റുള്ളതാണ് വലുത്. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും അതിന് പ്രതികരിക്കാറില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ലൊരു തീരുമാനത്തിലെത്തുന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട്, അവരുടെ ഫാമിലിയുടെ സങ്കടം അത്രയ്ക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു മോനുള്ളൂ. അവർ അത്രയും ആറ്റുനോറ്റ് വളർത്തിയ ഒരു മകനെ ഇങ്ങനെ പോലീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതിലിരിക്കുന്ന ആൾ തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞതിന് തുല്യമായിപ്പോൾ ഇത്. വണ്ടി ഇടിച്ച് 1 കിലോമീറ്ററോളം ബോണറ്റിൻ്റെ മുകളിൽ കിടത്തി കൊണ്ടുപോയി കൊല ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ക്രൂരമായൊരു കൊലപാതകമാണ്. അപ്പോൾ അതിനെ വേണ്ടിയിട്ട് എല്ലാവരും
നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.